ഹായ് എവരിവൺ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റാങ്ക് അനാലിസിസ് ആണ്. ഇപ്പൊ റാങ്ക് അനാലിസിസ് എന്ന് പറയുമ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രവേശന പരീക്ഷാ കമ്മീഷണറിന്റെ പ്രകാരമുള്ള സെക്കൻഡ് അലോട്ട്മെന്റിൽ, അതായത് കഴിഞ്ഞ പ്രാവശ്യം എഞ്ചിനീയറിംഗിൽ നടന്ന സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ബേസിലുള്ള റാങ്ക് അനാലിസിസ് ആണ്. അപ്പം ഈ വർഷവും അങ്ങനെ തന്നെ ആവണം എന്നില്ല, എന്നാലും ഏകദേശം ആ ഒരു റേഞ്ചിലുള്ള നമുക്കൊരു റേഞ്ച് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം 10K താഴെയാണെങ്കിൽ ഏത് കോളേജ്, അല്ലെങ്കിൽ ഒരു 20K താഴെയാണെങ്കിൽ ഏത് കോളേജ്, 30K താഴെയാണെങ്കിൽ, അപ്പൊ അങ്ങനത്തെ ഒരു റേഞ്ച് ആക്ച്വലി പ്രഡിക്ഷൻ വരുന്നത് ശരിക്കും ഈ ഒരു റാങ്ക് അനാലിസിസിലൂടെയാണ്. അപ്പൊ ഈ റാങ്ക് അനാലിസിസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ബേസിലാണെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ ബേസിലാണ്. സോ CSE എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ആൾക്കാർ കൂടുതൽ ചോദിക്കുന്നത്, ഇപ്പൊ എവിടെ നോക്കിയാലും എല്ലാവരും ചോദിക്കുന്ന ഒരു കോഴ്സാണ് ശരിക്കും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എടുക്കണം, അത് തന്നെ നിർബന്ധമായിട്ട് എടുക്കണം, ഏത് കോളേജാണ് ബെസ്റ്റ്, ഏതാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ കുറെ സംശയങ്ങൾ വരുന്നുണ്ട്. ഞാനിവിടെ ഏത് കോളേജാണ് ബെസ്റ്റ് എന്നുള്ള പേഴ്സണൽ ഒപ്പീനിയൻ അല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫിന്റെ ബേസിൽ പറയുകയാണ്. ബേസിക്കലി സോളലി ബേസ്ഡ് ഓൺ ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് ആണ്. അതായത് ലാസ്റ്റ് റാങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിലും OBCയിലും ഏത് കോളേജ് മീൻസ് എത്ര റാങ്ക് വരെ കയറിയിട്ടുണ്ടെന്ന ഒരു അനാലിസിസ് മാത്രം നമ്മൾ നടത്താൻ സാധിക്കുന്നത്. അപ്പൊ ഇത് വെച്ച് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കൊടുക്കാൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ട്രെൻഡിലായിരിക്കും ശരിക്കും ഈ വർഷവും എന്ത് ചെയ്യുക നടക്കുന്നുള്ളത്. കാരണം ഇത് സെക്കൻഡ് അലോട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന അലോട്ട്മെന്റുകൾ അവിടെ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഒബ്വിയസ്ലി ഫീസ് കുറവുള്ള, ദാറ്റ് ഈസ് ഫീസ് ഇതായിട്ടുള്ള ഗവൺമെന്റ് കോളേജസിലാണ്. ഫസ്റ്റ് ഗവൺമെന്റ് കോളേജസിനെ കുറിച്ചും പിന്നെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉള്ള കോളേജസിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് CSE എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് എടുത്താൽ എല്ലാവരുടെയും ആദ്യത്തെ പ്രധാനപ്പെട്ട സംശയം ഇത് ജോലി കിട്ടുമ്പോൾ ജോലി കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ ആദ്യമേ ചിന്തിക്കേണ്ട കാര്യം, ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിൽ ശരിക്കും നിങ്ങൾ ഇപ്പൊ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലായിരിക്കും ശരിക്കും നിങ്ങൾ കേരളത്തിൽ പഠിക്കുമ്പോൾ കൂടുതൽ പേരും എൻറോൾ ചെയ്യപ്പെടുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സും അതിന്റെ പോലെ തന്നെ നിങ്ങളുടെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഇയർ ആകുമ്പോൾ അത്യാവശ്യം കുറച്ച് സബ്ജക്റ്റുകൾ എക്സ്ട്രാ പഠിക്കാനുണ്ട്. അപ്പം നിങ്ങളുടെ പെർഫോമൻസ്, അതായത് നിങ്ങളുടെ ഇൻപുട്ട്, നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇൻപുട്ട് അത് അക്കാഡമിക്സ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇപ്പൊ തിയറി സബ്ജക്ട്സോ കണക്ക് സബ്ജക്ട്സോ പഠിക്കുന്നതിൽ മാത്രമല്ല, അവിടെ തന്നെ ഒരുപാട് ഇവന്റുകൾ സംഭവിക്കും. അതായത് ടെക്നിക്കൽ ഫെസ്റ്റിവൽ ഉണ്ടാവും, അതിൽ മാക്സിമം ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ടെക് ഫെസ്റ്റിവലിലും അതേപോലെ ഇപ്പം നമ്മുടെ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇപ്പം റോബോട്ടിക്സ് ഫെസ്റ്റിവലൊക്കെ ഒരുപാട് നിങ്ങളുടെ കോളേജസിൽ നടക്കുന്നുണ്ടായിരിക്കും. അതിലൊക്കെ ഇൻവോൾവ് ആയി, ഇപ്പൊ ഇലക്ട്രിക്കലുകാരാണെങ്കിൽ IEEE പോലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയി നിങ്ങളുടെ ഇപ്പം ഒരു സ്കൂള് വരെ പഠിച്ച പോലല്ല ശരിക്കും നിങ്ങളൊരു കോളേജിലേക്ക് പോകുമ്പോൾ കോളേജിൽ മാക്സിമം നിങ്ങളുടെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങളുടെ പെർഫോമൻസും അവിടെ നോക്കുക. കാരണം നിങ്ങളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ആവശ്യം എക്സ്പോഷർ കിട്ടാൻ ഈ ഒരു ഇന്ററാക്ഷൻസ് ഒരുപാട് ബെനിഫിഷ്യൽ ആയിരിക്കും. പല കമ്പനീസിനെ കുറിച്ച് കേൾക്കും. ഇപ്പൊ ഗൂഗിളൊക്കെ നടത്തുന്ന പലതരത്തിലുള്ള വർക്ക്ഷോപ്പുകളുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും കൂടെ കുറച്ചും കൂടെ ഇൻവോൾവ് ആയിരുന്നാൽ നന്നായിരിക്കും, ഇൻ കേസ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഗുഡ് ജോബ്. അപ്പൊ അവിടെ അതൊരു കാര്യം നിങ്ങൾ കോളേജിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അപ്പൊ ഇനി നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് CSE, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. നിങ്ങൾ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചത് കൊണ്ട് മാത്രം ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യാണ്. ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ പറയേണ്ടത് ആക്ച്വലി നിങ്ങളുടെ പെർഫോമൻസും കൂടെ അതിനെ ബേസ് ചെയ്യും കേട്ടോ. അതായത് ഒരു കോഴ്സിന്റെ ജോലി സാധ്യത എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം അതിൽ ഇൻപുട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. അപ്പം ഇതിപ്പോ CSE എന്നുള്ളൊരു കോഴ്സിന്റെ ഡിമാൻഡ് കൊണ്ട് മാത്രം നമ്മൾ ഒരു പ്രത്യേക വീഡിയോ ചെയ്യുകയാണ്. സോ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ന് കാണുന്നത് ഗവൺമെന്റ് കോളേജസ് ആണ്. ഗവൺമെന്റ് കോളേജസിൽ ഏറ്റവും ടൈറ്റ് ആയിട്ട് അഡ്മിഷൻ നടക്കുന്നത് CETയിലും GEC തൃശ്ശൂരിലും NSS പാലക്കാടിലും ഒക്കെയാണ്. അതിനെ കാണിച്ചു തരാം. പിന്നെ MA കോളേജ് കോതമംഗലത്താണ്. കഴിഞ്ഞ കൊല്ലത്തെ റാങ്ക് അനാലിസിസ് നോക്കിയാൽ മതിയോ. അതായത് ഞാനിപ്പോ കാണിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ആണ്. അതായത് സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഇവിടെ നോക്കുക, നമുക്ക് ആദ്യമേ നമ്മുടെ NSS പാലക്കാട് നോക്കാം. NSS പാലക്കാടിൽ 2K ആണ് അവിടുത്തെ റാങ്ക് ക്രൈറ്റീരിയ വന്നിട്ടുള്ളത്. അത് മാറും, 2 to 2.5 വരെ ആവാം ഫൈനൽ അലോട്ട്മെന്റ് വരുമ്പോൾ. 2K ആണ്. അതേസമയം നമ്മുടെ രാജീവ് ഗാന്ധി RITയിൽ 1900, ദാറ്റ് ഈസ് അതും 2000-അടുത്ത് തന്നെയാണ്. ഇവിടെ അതേപോലെ കണ്ണൂരും 2000-അടുത്ത് തന്നെയാണ്. സിമിലർലി MA കോളേജ് കോതമംഗലം 1500-അടുത്താണ്. അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരുന്നു. ശ്രീകൃഷ്ണപുരത്തും
2K അടുത്താണ് വന്നിട്ടുള്ളത്. ഇത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറഞ്ഞത്. 2K ആണ് അവിടുത്തെ മിനിമം റാങ്ക്. യു ഹാവ് ടു സ്കോർ ഒരു 2K റേഞ്ചിൽ കയറിയാൽ മാത്രമേ നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജിൽ ജനറൽ കാറ്റഗറിയിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി ഗവൺമെന്റ് കോളേജിനെ കുറിച്ച് ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് തന്നെ EWSും OBC കാറ്റഗറീസിനെ കുറിച്ച് പറയാം. EW കാറ്റഗറിയാണ് ശരിക്കും നമ്മുടെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി EW ഇടവ OBC കാറ്റഗറിക്കാണ്. നിങ്ങൾക്ക് അവിടെ കൊടുത്താൽ ഒരു EWS കാറ്റഗറി ആണെങ്കിൽ 15K വരുന്ന റേഞ്ചിൽ തന്നെ കിട്ടും. അതേസമയം ഇടുക്കിയിൽ നിങ്ങൾ 8K to 6K, അതായത് ഒരു 9K അടുത്ത് റാങ്ക് സ്കോർ ചെയ്ത് നിങ്ങൾക്ക് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾക്ക് റാങ്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. CS നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യമാവുന്നതാണ്. ബാക്കി എല്ലായിടത്തെയും ഒരു ട്രെൻഡ് ഇവിടെ അനലൈസ് ചെയ്യുക. OBC, EWS ആൻഡ് മുസ്ലിം കാറ്റഗറീസ് ആണ് ഇവിടെ നോക്കേണ്ടത്. അതായത് OBC കാറ്റഗറീസ് ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ഒരു 3.5K, അത്ര പ്രതീക്ഷയാണ്. 3.5K to 4K, അപ് ടു 4K ശരിക്കും പറയുന്നത് ശ്രീകൃഷ്ണപുരത്താണ്. എന്നാലും ഐ ഡോണ്ട് റെക്കമെൻഡ്, നല്ലതാണ്. എന്നാലും ബാക്കി കോളേജസ് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുക. ബാക്കി ഇവിടെ ഒരു അപ് ടു 4K എന്ന് പറയാം. എന്നാലും ഒരു 3.5K വരെ വിചാരിക്കുക. OBC കാറ്റഗറിക്കാരോടാണ് അത് ഞാൻ പറഞ്ഞത്. ബാക്കി കാറ്റഗറി SC/STയുടെ റേഞ്ച് നിങ്ങൾക്ക് അറിയാം. 36,000ഉം അതുപോലെ 19,000 to 13,000 ഒക്കെയാണ് അവിടെ വന്നിട്ടുള്ളത്. സോ ഇത് ശ്രദ്ധിക്കുക. പ്രോമിനന്റ് ആയിട്ട് ഇതിൽ എഞ്ചിനീയറിംഗ് കോളേജ്, CS MA കോളേജ് ഈസ് എ ഗുഡ് പ്രിഫറൻസ്, RIT ഈസ് എ ഗുഡ് പ്രിഫറൻസ്. കണ്ണൂരൊക്കെ അത്യാവശ്യം ഇതിൽ നല്ലതാണ്. ശ്രീകൃഷ്ണപുരമൊക്കെ നല്ല കോളേജസ് തന്നെയാണ്. ഗവൺമെന്റ് കോളേജിൽ ഞാൻ മെയിൻലി പറയുന്നത് എല്ലാം നല്ല കോളേജസ് എന്ന ബേസിലൊക്കെയല്ല, മെയിൻലി ഫീസ് റിഡക്ഷന്റെ കാര്യം തന്നെയാണ്. അതായത് ഫീ അത്യാവശ്യം 8K റേഞ്ചിലാണ് ശരിക്കും അടുത്ത ഫീസ് വരിക. ഹോസ്റ്റൽ ഫീസും വളരെയധികം കുറവായിരിക്കും ഗവൺമെന്റ് കോളേജിൽ പഠിക്കുമ്പോൾ. ഇനി നമുക്ക് ബാക്കി കോളേജസിനെ അനലൈസ് ചെയ്യാം. നമ്മൾ പറഞ്ഞിരുന്നു ഗവൺമെന്റ് കോളേജസും അതേപോലെ തന്നെ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസും ഉണ്ട്. പിന്നെ സെൽഫ് ഫിനാൻസിംഗുമാണുള്ളത്. CS കേസാണ് നമ്മൾ പറയുന്നത് കേട്ടോ. യെസ്. സോ ബാക്കി ദാറ്റ് ഈസ് നമ്മുടെ നെക്സ്റ്റ് കാറ്റഗറി. സോ ഏറ്റവും ടൈറ്റ് കോമ്പറ്റീഷൻ, അതായത് CS കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ ഏറ്റവും ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നത് നിങ്ങൾക്ക് ഓഫ് കോഴ്സ് അറിയാം, CETയിലാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്താണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ഗവൺമെന്റ് കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റ് നിങ്ങളുടെ ജനറൽ കാറ്റഗറി റാങ്ക് അപ് ടു 280 വരെയാണ് അത് കയറി വന്നിട്ടുള്ളത്. അതിന് മാറ്റം വരാനുള്ള സാധ്യതകൾ കുറവാണ്. ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാം. EWS ആണെങ്കിൽ മാത്രമാണ് 1000-ത്തിനടുത്ത് വരിക. ബാക്കിയെല്ലാം ഒരു 500 റേഞ്ചാണ് ശരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ST കാറ്റഗറിക്ക് ആണെങ്കിൽ 30Kയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റാങ്കിൽ CETയിൽ അഡ്മിഷൻ പോസിബിൾ ആണ്. സീറ്റ്സ് കുറവായിരിക്കും, എമൗണ്ട് ഓഫ് സീറ്റ്സ് കുറവായിരിക്കും റിസർവേഷന്റെ ബേസിൽ. അപ്പം ഇതാണ് CETയിലെ അവസ്ഥ. മറ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് GEC തൃശ്ശൂരാണ്. GEC തൃശ്ശൂരിലും ഇതേപോലെ തന്നെ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഇവിടുത്തെ റാങ്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബിലോ 1000 ആണ് ശരിക്കും. ബിലോ 500 പറയാം, ജനറൽ കാറ്റഗറിയിൽ തന്നെ പറയാൻ സാധിക്കും GEC തൃശ്ശൂരിൽ. നെക്സ്റ്റ് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഈസ് ഓൾസോ വെരി ഗുഡ്. TKMലും ഒരു 1.5 താഴെയാണ് ബാക്കി എല്ലാ, അതായത് നമ്മുടെ വരുന്ന റിസർവേഷൻ കാറ്റഗറീസ് നോക്കുമ്പോൾ ആ 1.5 റേഞ്ചും 1000 റേഞ്ചിലാണ് ശരിക്കും നമ്മുടെ ആരും വന്നിട്ടുള്ളത്, നമ്മുടെ ജനറൽ കാറ്റഗറി സീറ്റ് റേഞ്ചിങ് വന്നിട്ടുള്ളത്. പിന്നെ മാനന്തവാടി ഗവൺമെന്റ് കോളേജ്, അവിടെ ആക്ച്വലി സ്റ്റേറ്റ് മെറിറ്റിനേക്കാളും ഞാൻ നേരത്തെ പറഞ്ഞ ഇടുക്കി കോളേജിലെ പോലെ തന്നെ EWS കാറ്റഗറീസിന് പ്രയോറിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഒരു 15K, നമ്മുടെ ഇടുക്കിന്റെ അതേ ട്രെൻഡ് തന്നെയാണ് മാനന്തവാടിയിലെ എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെന്റ് കോളേജിൽ വന്നിട്ടുള്ളത്. സോ ഇതിപ്പോ നമ്മൾ ഗവൺമെന്റ് കോളേജിലെ കാര്യമാണ് കണ്ടത്. അവിടെ RIT NSS ഒക്കെ ഗുഡ് ഓപ്ഷൻസ് ആണ്. CET GEC ഇതൊക്കെ നല്ല ഓപ്ഷൻസ് ആണ്. ഇത് ഗവൺമെന്റ് കോളേജിലെ കാര്യമാണ്. ഇനി കോസ്റ്റ് ഷെയറിംഗ് ആയിട്ടുള്ള ഗവൺമെന്റ് കോളേജിലേക്ക് വരാം. കോസ്റ്റ് ഷെയറിംഗ് ഗവൺമെന്റ് കോളേജിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അവിടെ ഒരു ഫീ വേവർ സ്കീം ജനറലി ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കോളേജിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കണം. അതായത് നിങ്ങളുടെ റാങ്ക് ലോ ആണ്, നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ എൻറോൾ ചെയ്തപ്പം, നിങ്ങളൊരു കോസ്റ്റ് ഷെയറിംഗ് കോളേജിൽ എൻറോൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അവിടെ സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്കോളർഷിപ്സ് അവൈലബിൾ ആണ് നിങ്ങളെ കോളേജിൽ എൻഷുർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ അവിടെ എൻറോൾ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൽ നിങ്ങളുടെ റാങ്ക് ലോവസ്റ്റ് ആണെങ്കിലൊക്കെ ഓരോ കോളേജസ് ഒക്കെ സ്കോളർഷിപ്സ് ഒക്കെ തരാറുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, കോളേജസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എൻക്വയറി ചെയ്ത് നോക്കുക ഇഫ് യു ഇൻട്രസ്റ്റഡ്. അപ്പം ഇനി കോസ്റ്റ് ഷെയറിംഗ് കോളേജസിലെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കോളേജാണ് ശരിക്കും ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ദറ്റ് ഈസ് MDL എന്നാണ് കാറ്റഗറി പേര്, വിച്ച് ഈസ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയാണ്. അവരുടെ, ഞാൻ കൃത്യമായി പറഞ്ഞാൽ അവിടുത്തെ അക്കാഡമിക്സിന്റെ ബേസിലല്ല ഇപ്പൊ പറയുന്നത്, ബട്ട് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ബേസിൽ ജസ്റ്റ് ഒന്ന് പറയുകയാണ്.
അവിടെയും ഇതേപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന ഗവൺമെന്റ് കോളേജസിൽ അതേ ക്രൈറ്റീരിയയുടെ ബേസിൽ തന്നെയാണ് 1169, ദാറ്റ് ഈസ് ബിലോ 1.5K റേഞ്ചിലുള്ള റാങ്കോ ഹോൾഡേഴ്സ് ആണ് ശരിക്കും മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയിലും അതേപോലെ വന്നിട്ടുള്ളത്. ആ ഒരു റേഞ്ചാണ് ശരിക്കും ഇവിടെ കാണാൻ സാധിക്കും. ബാക്കി EWOBC കാറ്റഗറിയാണ്, അതും ഒരു 2K റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. സോ അത് ഞാൻ പറഞ്ഞത് MECന്റെ കാര്യമാണ്, തൃക്കാക്കര എഞ്ചിനീയറിംഗ് കോളേജിന്റെ കാര്യമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത്രയും 2K റേഞ്ചിൽ CSC കാറ്റഗറിയിൽ വന്ന ആൾക്കാർക്കായിരിക്കും. അടുത്ത ഞാൻ പറയുന്നത് ഒരു 6K അല്ലെങ്കിൽ 8K, അതായത് 8,000 വരെ താഴെ വരുന്ന കാറ്റഗറിയിൽ വരുന്നവർക്ക് CSന്റെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതിലൊന്ന് ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജ് ആണ്. ഇറ്റ്സ് എ വെരി ഗുഡ് അക്കാഡമിക് കോളേജ്. ഇൻ കേസ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിന്റെ കാര്യം ഞാൻ പറയാം. അതായത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ ആലപ്പുഴ, ദാറ്റ് ഈസ് 5513 ആണ്. 5K ആണ് അവിടുത്തെ ജനറൽ കാറ്റഗറി കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. നല്ല കോളേജാണ്. അതേപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ EWS അത് OBC കട്ട് ഓഫ്സ് ആണ്. 8,000 6,000 7,000 റേഞ്ചിലുള്ള OBC കട്ട് ഓഫ് നല്ല റാങ്ക് വേണം അവിടെ സംസാരിക്കാൻ, റാങ്ക് വേണം പറയാൻ. അപ്പൊ റാങ്കിന്റെ ക്രൈറ്റീരിയ ആണ് കാണുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഓർഡറിൽ പ്രയോറിറ്റൈസ് വരുമ്പോൾ നെക്സ്റ്റ് ഓർഡറിൽ വരുന്നത് ചെങ്ങന്നൂരും, ദാറ്റ് ഈസ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ് ചെങ്ങന്നൂർ വരുന്നുണ്ട്. ഒരു കോളേജ് ഉണ്ട്, കാണിച്ചു തരാം. മറ്റൊന്ന് അടൂരാണ്. അടൂർ എഞ്ചിനീയറിംഗ് കോളേജും അതും 10Kയിൽ താഴെ റാങ്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കട്ട് ഓഫ് വന്നൊരു കോളേജാണ് അടൂർ എഞ്ചിനീയറിംഗ് കോളേജ്. അവിടുത്തെ ഫീസ് ഗവൺമെന്റ് കോളേജിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലാണ്. അറൌണ്ട് 35K ആയിരിക്കും ഇവിടുത്തെ ഫീസ് വരിക. മറ്റൊരു കോസ്റ്റ് ഷെയറിംഗ് സെൽഫ് ഫിനാൻസിങ് എന്നാൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോളേജ് ഞാൻ കാണിച്ചു തരാം. ആ കോളേജിന്റെ പേര് എന്ന് പറയുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, SCT ആണ്. SCT എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തെ കോളേജാണ്. സോ ട്രിവാൻഡ്രത്തെ കോളേജിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ട്രിവാൻഡ്രം SCT കോളേജ് ഇവിടെ ശ്രദ്ധിക്കാം. അതായത് SCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നേരത്തെ പോലെ തന്നെ ചെങ്ങന്നൂരിനേക്കാളും കുറച്ചുകൂടെ പ്രയോറിറ്റി ഉള്ള കോളേജാണ്. 2628 ആണ്. 2628 ആയിരുന്നു CSന്റെ റാങ്ക്. ബാക്കി ഒരു 4K 3K റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ അപ് ടു 8K 9K വന്നാൽ പോലും നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉള്ള കോളേജസിൽ സെൽഫ് ഫിനാൻസിങ് ഗവൺമെന്റ് കോളേജസിൽ പഠിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി നിങ്ങൾ ഇവിടെ നോക്കുന്നത് കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് ആണ്. അതായത് IHRDയുടെ കൺട്രോളിലുള്ള ബാക്കി കോളേജസ് ആണ് ഈ കാണുന്നത്. IHRDയുടെ കൺട്രോളിലുള്ള ഈ കോളേജസ് ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് ഇവിടെ തൊട്ട് നോക്കുക. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല, ആറ്റിങ്ങൽ, ആറന്മുള, അടൂര്, നേരത്തെ പറഞ്ഞ പോലെ, അതുപോലെ കിടങ്ങൂർ, കരുനാഗപ്പള്ളി, പിന്നെ ആ റേഞ്ചിൽ വരുന്ന കോളേജസ് നോക്കാം. അപ്പൊ ആ റേഞ്ചിൽ വരുന്ന കോളേജസിനും ഏകദേശം ഒരു ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു 16K അണ്ടറിലൊക്കെ വരുന്ന കോളേജസ് ഉണ്ട്, 20K അണ്ടറിൽ വരുന്ന കോളേജസ് ഉണ്ട്. അപ്പം നിങ്ങള് ഇപ്പൊ നമ്മള് ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു കോളേജിനും അതിൻ്റെതായ പ്രയോറിറ്റി കൊടുക്കുക. കോളേജ് എങ്ങനെയുള്ളതാണെന്നും കൂടെ എന്ത് ചെയ്യുക, ഒരു പ്രയോറിറ്റി കൊടുത്ത് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അവിടുത്തെ ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് ആകുമ്പോൾ അത്യാവശ്യം നിങ്ങൾ നല്ലൊരു ബ്രാഞ്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം കണ്ടന്റ് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇത് കിട്ടുമെങ്കിൽ പോലും അത്യാവശ്യം നിങ്ങൾ കോളേജിനും കൂടെ എന്ത് ചെയ്യുക, പ്രിഫറൻസ് കൊടുക്കാൻ ശ്രമിക്കുക. സ്ട്രിക്ട്ലി പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, അപ്പം അതാണ് ഇപ്പൊ നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്രയും എഴുതിയ കോളേജസ് ഉണ്ട്. എഴുതിയ കോളേജസിലെല്ലാം ജനറൽ കാറ്റഗറിയിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് കൂടുതലും ഒരു 15K താഴെയാണ്. 15,000 താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോസ്റ്റ് ഷെയറിംഗ് കോളേജസിൽ 15,000 താഴെയാണെങ്കിൽ കോസ്റ്റ് ഷെയറിംഗ് കോളേജസിൽ ജനറൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CSന് അഡ്മിഷൻ വാങ്ങിക്കാം. അതേസമയം EW അല്ലെങ്കിൽ അതേപോലെ OBC കാറ്റഗറീസ് ആണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും ഒരു 30K അല്ലെങ്കിൽ 25K റേഞ്ചിലൊക്കെ വരുന്ന കോസ്റ്റ് ഷെയറിംഗ് കോളേജസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വാങ്ങിക്കാൻ സാധിക്കും. പക്ഷെ അവിടെയും എക്സെപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജും ചെങ്ങന്നൂരും അതേപോലെ SCTയിലൊക്കെ 10K അല്ലെങ്കിൽ 9K താഴെയാണ് നിങ്ങൾക്ക് റാങ്ക് വേണ്ടത്. ബാക്കി കോളേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ നേരത്തെ പോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റൊന്ന് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ അത്യാവശ്യം ഒരു 30, 40K, 50K വരെ റേഞ്ചിൽ വരുന്ന റാങ്കുകൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ, ഇവിടെ സൂം ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നോക്കാം, ഇവിടെ 45 ആണ് കട്ട് ഓഫ്, 43 കാണാം, 36 കാണാം, 48 കാണാം, 37 കാണാം. അപ്പം നിങ്ങൾ അതും കട്ട് ഓഫ്. അപ്പം ആക്ച്വലി നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഇപ്പം ഇവിടെ ഇത്രയും എഞ്ചിനീയറിംഗ് സീറ്റ്സ് ഉണ്ട്. അപ്പം ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾക്ക് ഇവിടുത്തെ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കോളേജ് വേണമെങ്കിലും, അത് മീൻസ് നിങ്ങൾക്ക് ഒരു കോളേജിൽ എന്തായാലും അഡ്മിഷൻ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് സംസാരിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് മാത്രം എന്ത് ചെയ്യുക, കോളേജ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക.
അപ്പൊ സെൽഫ് ഫിനാൻസിംഗിൽ അത്യാവശ്യം എന്താണ് ഞാൻ ഈ റേഞ്ച് കട്ട് ഓഫിന്റെ ബേസിൽ മാത്രം, പേഴ്സണലി അല്ല, റേഞ്ച് കട്ട് ഓഫിന്റെ ബേസിൽ മാത്രം കുറച്ച് കോളേജുകളെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അവിടെ ഞാൻ കുറച്ച് കോളേജുകളെ പിൻ പോയിന്റ് ചെയ്യാം ബേസ്ഡ് ഓൺ അവർ റേഞ്ച് കട്ട് ഓഫ്, CS-ന്റെ ബേസിലുള്ള കട്ട് ഓഫിന്റെ ബേസിൽ. അവിടെ ഫസ്റ്റ് പിൻ പോയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജഗിരിയാണ്. രാജഗിരി എടുക്കട്ടെ. രാജഗിരി, യെസ്. സോ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കൊച്ചി. സെൽഫ് ഫിനാൻസിംഗിൽ CS-ന് അത്യാവശ്യം കട്ട് ഓഫ് വന്നിട്ടുള്ള ഒരു കോളേജാണ് ശരിക്കും രാജഗിരി. ഞാൻ ഒരു 3K റേഞ്ച് ആണ് ശരിക്കും അവിടുത്തെ റേഞ്ച് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇവിടെ സെയിന്റ് കിറ്റ്സിൽ ആക്ച്വലി 10K താഴെയാണ് അവിടുത്തെ റേഞ്ച് വന്നിട്ടുള്ളത്. ബാക്കി കോളേജസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ റേഞ്ച് കട്ട് ഓഫിന്റെ ബേസിൽ മാത്രമാണ് സെൽഫ് ഫിനാൻസിങ്ങിനെ പറയുന്നത് കേട്ടോ. സോ ആ ഒരു റേഞ്ച് മനസ്സിലാക്കി സെൽഫ് ഫിനാൻസിങ് ചൂസ് ചെയ്യുക. അപ്പൊ CSE എഞ്ചിനീയറിംഗ് കോളേജസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഈ മാർക്ക് റേഞ്ച് കാണുമ്പോൾ തന്നെ കുറേയൊക്കെ കാര്യങ്ങൾ വ്യക്തമാണ്. ഏതൊരു റേഞ്ച് മീൻസ് ഓരോ കോളേജസിലും പല റേഞ്ച് ഓഫ് കാറ്റഗറീസിലാണ് റാങ്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അതിനനുസരിച്ച് ചൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കോളേജസിന്റെ റാങ്കിങ്ങും പറയാൻ പറ്റും. കുറേയൊക്കെ ആൾക്കാർ ചൂസ് ചെയ്യുന്നതനുസരിച്ച് വേണമെങ്കിൽ പറയാം. ഇത് പ്രോപ്പർ ഒരു കോളേജ് റാങ്കിങ്ങിന്റെ ബേസിലാണെന്ന് പറയാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ബേസിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇപ്പൊ ഇത്രയും കോളേജസ് ആണ് ശരിക്കും CSE ഓഫർ ചെയ്യുന്നത്. CSE ഓഫർ ചെയ്യുന്ന എല്ലാ കാറ്റഗറിയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ EW കാറ്റഗറി ഓഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വളരെ കുറവാണ്, എന്നാലും അതും നോക്കുക. യെസ്, അപ്പൊ ഇതെല്ലാം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓഫർ ചെയ്യുന്ന കോളേജസ് ആണ്. സോ CSE ഓഫർ ചെയ്യുമ്പോൾ CSEക്ക് അത്യാവശ്യം കഴിഞ്ഞ കൊല്ലമാണെങ്കിലും അത്യാവശ്യം ഇതുണ്ടായിരുന്നു, കുറച്ച് ടൈറ്റ് ആയിരുന്നു. എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കോളേജസിൽ എൻറോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ റേഞ്ച് ഓഫ് ഇത് നോക്കുക, അതനുസരിച്ച് കോളേജസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ കോളേജസ് പറ്റുമെങ്കിൽ ഒന്ന് നോക്കി വെക്കുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത് EC ആൻഡ് EEE കുറിച്ചുള്ള അനാലിസിസ് ഒന്ന് കാണാം. EC ആൻഡ് EEE അനാലിസിസും അതിന്റെ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം. അത് കഴിഞ്ഞ് നമുക്ക് മെക്കും അങ്ങനെ കുറച്ച് വീഡിയോ അനാലിസിസ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്, ബൈ.